എല്ലാ കൂട്ടുകാർക്കും സ്കോർ റെയിൽവേ മലയാളത്തിൻ്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരുപാട് കുട്ടികൾ നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, സാർ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് റെയിൽവേയിൽ വരുന്നുണ്ടല്ലോ, ഒരുപാട് പരീക്ഷകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടല്ലോ, ഇതിലേതൊക്കെ പരീക്ഷകളാണ് ഇനി വരാനിരിക്കുന്നത്? ഇപ്പോൾ 2026 നിങ്ങളെ കാത്തിരിക്കുന്ന ഇന്ത്യൻ റെയിൽവേയിലെ അവസരങ്ങളെ പെട്ടെന്നൊന്ന് പറഞ്ഞു തരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ സെഷനിലേക്ക് കടക്കാം. ഇതിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ഓൾറെഡി 2025 ഇനി ബാക്കിയുള്ളത് ഗ്രൂപ്പ് ഡി എക്സാം ആണ്. അതിൻ്റെ വേക്കൻസീസ് നിങ്ങൾക്കറിയാം, 22,195 വേക്കൻസീസ് ആണുള്ളത്. കഴിഞ്ഞ വർഷം 2025 27/12/2025 അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത്. ഓഗസ്റ്റ് 3 മുതൽ ഓഗസ്റ്റ് 21 വരെയായിട്ടാണ് ഈ ഗ്രൂപ്പ് ഡി എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗ്രൂപ്പ് ഡി എക്സാം കണ്ടക്ട് ചെയ്യുന്നതിലൂടെ 2025 RRB കലണ്ടർ ഇട്ട് നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ കലണ്ടർ ഇട്ടിട്ടുള്ള എല്ലാ പരീക്ഷകളും അതോടുകൂടെ ഏകദേശം തീരുകയാണ്. കാരണം നമ്മുടെ ALP പരീക്ഷ, ALPയുടെ CBT2 ഇപ്പം നടക്കാനായിട്ട് പോവുകയാണ്. ടെക്നീഷ്യൻ പരീക്ഷ ഓൾറെഡി കഴിഞ്ഞു, അതിൻ്റെ റിസൾട്ട് വന്നു. നമ്മുടെ ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ CBT1 CBT2 കഴിഞ്ഞു. NTPC ഗ്രാജുവേറ്റിൻ്റെ CBT1 CBT2 കഴിഞ്ഞു. ഇനി NTPC അണ്ടർ ഗ്രാജുവേറ്റിൻ്റെ CBT2 കൂടെ മാത്രമാണ് ബാക്കിയുള്ളത്. ഗ്രൂപ്പ് ഡിയുടെ ടയർ 1 കൂടെ കഴിഞ്ഞാൽ ഏറെക്കുറെ നമ്മുടെ എല്ലാ എക്സാംസും ഏകദേശം കണ്ടക്ട് ചെയ്തു എന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും. അവിടെ നിന്ന് അങ്ങോട്ട് നമുക്കിനി എന്ത് സ്റ്റാർട്ട് ചെയ്യുകയാണ്? 2026 കലണ്ടർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. 2026 കലണ്ടർ പ്രകാരം ALP 2026 11,127 വേക്കൻസീസുമായിട്ട് മെയ് 15 നോട്ടിഫിക്കേഷൻ വന്നത്. ഇപ്പോൾ അതിൻ്റെ അപ്ലിക്കേഷൻ വിൻഡോ ക്ലോസ് ആയിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ആ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതിനുശേഷം വന്നൊരു നോട്ടിഫിക്കേഷനാണ് ടെക്നീഷ്യൻസ് പരീക്ഷ. 6,557 ഒഴിവുകളിലേക്ക് ജൂൺ 30 നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഇതിൻ്റെ അപ്ലിക്കേഷൻ വിൻഡോ നിലവിൽ ലൈവാണ്. ഏത് പരീക്ഷയുടെ? ടെക്നീഷ്യൻ പരീക്ഷയുടെ അപ്ലിക്കേഷൻ വിൻഡോ നിലവിൽ ലൈവാണ്. ടെക്നീഷ്യൻ പരീക്ഷ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് എല്ലാം നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്തതാണ്. കാണാത്ത കുട്ടികൾ അവസരം കളയരുത്. നിങ്ങൾക്ക് ഏത് ദിവസം വരെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ഈ പരീക്ഷയ്ക്ക്? ജൂലൈ 29 വരെയാണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇനി നിസ്സാര സമയം മാത്രമാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. അപ്പോൾ ടെക്നീഷ്യൻ 2026 എക്സാം, അതിൻ്റെ അപ്ലിക്കേഷൻ വിൻഡോ നിലവിൽ ലൈവാണ്. 6,557 ഒഴിവുകളിലേക്കായിട്ടാണ് എക്സാം വിളിച്ചിരിക്കുന്നത്. ജൂലൈ 29 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. 2 പോസ്റ്റുകൾ, ഗ്രേഡ് 1 ടെക്നീഷ്യൻ ഗ്രേഡ് 1 എന്ന് പറയുന്ന ലെവൽ 5 പോസ്റ്റിലേക്കും ടെക്നീഷ്യൻ ഗ്രേഡ് 3 എന്ന് പറയുന്ന ലെവൽ 2 പോസ്റ്റിലേക്കുമായിട്ടാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. ഗ്രേഡ് 3 എന്ന് പറയുന്നത് ITI ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഗ്രേഡ് 1 എന്ന് പറയുന്നത് ഡിപ്ലോമയോ അതിനേക്കാൾ ഉയർന്ന യോഗ്യതയോ ഉള്ള കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ആ കാര്യം കൂടെ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത് നിലവിൽ ലൈവ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണ്. 30/6 അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഇനി ഇപ്പോൾ ലൈവിലി ആയിട്ട് നിൽക്കുന്ന മറ്റൊരു നോട്ടിഫിക്കേഷനാണ് സെക്ഷൻ കൺട്രോളർ എക്സാം. 119 ഒഴിവുകളാണ് ഈ പോസ്റ്റിലേക്ക് വേണ്ടി വിളിച്ചിട്ടുള്ളത്. 15/7 ജൂലൈ 15 നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഇതും നിങ്ങൾക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓഗസ്റ്റ് മാസം 14 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് ഡിഗ്രിയാണ്. അപ്പോൾ നിങ്ങളുടെ കൈവശം ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെക്ഷൻ കൺട്രോളർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. 119 ഒഴിവുകൾ, അപ്ലിക്കേഷൻ വിൻഡോ ലൈവാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ പറയുന്ന 2 നോട്ടിഫിക്കേഷൻസ്, ടെക്നീഷ്യൻസും സെക്ഷൻ കൺട്രോളും, ഞാൻ ഈ ബോക്സിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ 2 എക്സാംസിനും നിങ്ങൾക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൻ്റെ വീഡിയോസ് എല്ലാം നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. കൃത്യമായിട്ട് അത് കണ്ട് മനസ്സിലാക്കി സമയം ഇനിയും കളയാതെ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, ഇനി ജൂനിയർ എഞ്ചിനീയർ എക്സാം 2026 ജൂനിയർ എഞ്ചിനീയർ എക്സാം ഏകദേശം 4,098 വേക്കൻസീസുമായിട്ടാണ് ഇത്തവണ വിളിക്കുന്നത്. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ ഡേറ്റ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഓഗസ്റ്റ് 14 ടെൻറ്റേറ്റീവ് ആയിട്ട് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരാനായിട്ട് സാധ്യത. ഓഗസ്റ്റ് 14 ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരാനായിട്ട് സാധ്യത. ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുടെ യോഗ്യത എന്ന് പറയുന്നത് ഡിപ്ലോമയാണ്. നിങ്ങളുടെ കൈവശം ഒരു 3 ഇയർ ഡിപ്ലോമ, 3 വർഷത്തെ ഡിപ്ലോമ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇതൊരു ലെവൽ 5 പോസ്റ്റാണ്, ലെവൽ 6 പോസ്റ്റാണ്. ലെവൽ 6 പോസ്റ്റാണ്. ഡിപ്ലോമ മാത്രമല്ല, ഡിപ്ലോമയേക്കാൾ ഉയർന്ന യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ 2026 ഈ കാണിച്ചിരിക്കുന്ന 4 എക്സാംസിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ ഡേറ്റ് ഏറെക്കുറെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻസ് ആണ് NTPC ഗ്രാജുവേറ്റ് 2026, NTPC അണ്ടർ ഗ്രാജുവേറ്റ് 2026, ഗ്രൂപ്പ് ഡി 2026. ഈ പരീക്ഷകളും ഈ ഒരു കാലയളവിൽ തന്നെ നടക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇനി ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള എക്സാംസ് എന്നായിരിക്കും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ALP 2026 നിങ്ങൾ അതിൻ്റെ ടയർ 1 ഒരു സെപ്റ്റംബർ മാസത്തോടു കൂടിയെങ്കിലും എക്സ്പെക്റ്റ് ചെയ്യണം. ALP 2026 ടയർ 1 ഒരു സെപ്റ്റംബർ മാസത്തോടു കൂടിയെങ്കിലും എക്സ്പെക്ട് ചെയ്ത് പഠിച്ചു തുടങ്ങേണ്ട സമയം ആയി. ഇനി ടെക്നീഷ്യൻസ് ആണെങ്കിൽ ഒക്ടോബർ മാസത്തെങ്കിലും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. സെക്ഷൻ കൺട്രോളർ ആണെങ്കിൽ ഒക്ടോബർ അവസാനവും നവംബർ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് എക്സാം എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്.
ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ നവംബറിലോ ഡിസംബറിലോ ആയിട്ട് എക്സാം എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ചുമ്മാ അങ്ങ് കാൽക്കുലേറ്റ് ചെയ്ത് പറയുന്നതല്ല, ഇതൊരു ടെൻറ്റേറ്റീവ് ഡേറ്റ്സ് ആണ്. ബട്ട് ഇത് ചുമ്മാ പറയുന്നതല്ല. 2024, 2025, 2026 ഇപ്പോൾ റീസെൻ്റ്ലി കാണുന്ന ട്രെൻഡ് അനുസരിച്ചിട്ട് നമുക്ക് എക്സാമിന് കിട്ടാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ എക്സാം നടക്കാൻ സാധ്യതയുള്ള ഒരു അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ്സ് ആണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഡേറ്റ് കണക്ക് കൂട്ടി പഠിച്ചു തുടങ്ങുക. കഴിഞ്ഞ 2025 നോട്ടിഫിക്കേഷൻ നമ്മുടെ ചാനലിൽ തന്നെ വീഡിയോ കിടപ്പുണ്ട്. 2025 നോട്ടിഫിക്കേഷനിൽ NTPC ഗ്രാജുവേറ്റ് ലെവൽ CBT 1 എക്സാമിൻ്റെ ഡേറ്റ് ഞാനിതുപോലെ മാർച്ച് 12 ശേഷം നടക്കുമെന്ന് പറഞ്ഞു. അന്ന് ഒരുപാട് കുട്ടികൾ നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞു, സാർ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറയുന്നത്, എങ്ങനെയാണിത് അങ്ങനെ പറയാനായിട്ട് പറ്റുന്നത്, എത്രയും വേഗം നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് മാർച്ച് മാസത്തിൽ തന്നെ NTPC എക്സാം കണ്ടക്ട് ചെയ്തു. ഗ്രാജുവേറ്റ് ലെവൽ മാർച്ച് 16 എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ നമ്മളത് വെറുതെ പറയുന്നതല്ല, ഇൻസൈഡർ ഇൻഫോം ഒന്നുമല്ല. RRB ഈ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ RRB നോട്ടിഫിക്കേഷൻസ് പുറത്തു വിടുന്ന ആ ഒരു ഡേറ്റും RRB പോകുന്ന ഒരു പോക്കും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഇത് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ഇതുവരെ നമ്മൾ എക്സാംസിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്ന് എക്സാം കണ്ടക്ട് ചെയ്യുന്ന ഒരു ഡേറ്റ് വരെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം കിട്ടിയിട്ടുള്ള ഒരു 3-4 മാസമാണ്. അപ്പോൾ നോട്ടിഫിക്കേഷൻ്റെ ഡേറ്റിൽ നിന്നും ഞാനൊരു 4 മാസം കൂട്ടിയിട്ടാണ് ഈ പറയുന്ന ഡേറ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ 5-ാം മാസം എന്ന് പറയുമ്പോൾ 9-ാം മാസം, 6-ാം മാസം എന്ന് പറയുമ്പോൾ 10-ാം മാസം, 7-ാം മാസം എന്ന് പറയുമ്പോൾ ഒരു 10-11 മാസത്തിൽ, 8-ാം മാസം എന്ന് പറയുമ്പോൾ 11-12 മാസത്തിലായിട്ട് എക്സാം എക്സ്പെക്ട് ചെയ്യണം. ആ രീതിയിലാണ് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അല്ലാതെ ഇതിനകത്ത് വേറെ മാജിക് ഒന്നുമില്ല. ഇനി നിങ്ങൾ ഇവിടെ നോക്ക്, 15-ാം തീയതി മെയ് 15-നാണ് നമുക്ക് ALPയുടെ നോട്ടിഫിക്കേഷൻ വന്നത്. ജൂൺ 30 ആയപ്പോഴേക്കും അടുത്ത നോട്ടിഫിക്കേഷൻ വന്നു. എത്ര ദിവസം വ്യത്യാസം വന്നു? 45 ദിവസം അല്ലെങ്കിൽ 1.5 മാസത്തെ വ്യത്യാസം വന്നു. 30-ന് വന്ന് അടുത്ത നോട്ടിഫിക്കേഷൻ എന്നാ വന്നേ? 15/7 എന്ന് വെച്ചാൽ 15 ദിവസം കൊണ്ട് അടുത്ത നോട്ടിഫിക്കേഷൻ ഇട്ടു. അവിടെ നിന്ന് അടുത്തൊരു 30 ദിവസം കൊണ്ട് നോട്ടിഫിക്കേഷൻ ഇടുന്നു. അപ്പോൾ ഇത്ര ദിവസങ്ങൾ വ്യത്യാസമേ ഉള്ളൂ ഓരോ നോട്ടിഫിക്കേഷൻസും തമ്മിൽ, അല്ലേ? ALPക്കും ടെക്നീഷ്യനും ഇടയിൽ ഒരു 1.5 മാസത്തെ വ്യത്യാസം ഇട്ടു. ടെക്നീഷ്യനും സെക്ഷൻ കൺട്രോളറിനും ഇടയിൽ 15 ദിവസം, 2 ആഴ്ചത്തെ വ്യത്യാസമുള്ളൂ. സെക്ഷൻ കൺട്രോളറിനും JEക്കും ഇടയിൽ ഏകദേശം 1 മാസത്തെ വ്യത്യാസമേ ഉള്ളൂ. ഈ ഒരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ NTPC ഗ്രാജുവേറ്റ് നമുക്ക് ഓഗസ്റ്റ് മാസത്തിലോ സെപ്റ്റംബർ മാസത്തിലോ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാം. കാരണം ഓഗസ്റ്റ് 15-ന് അടുപ്പിച്ചാണ് ജൂനിയർ എഞ്ചിനീയർ വരുന്നത്. അവിടെ നിന്ന് ഒരു 2 ആഴ്ചയോ അല്ലെങ്കിൽ ഒരു 30 ദിവസമോ പിടിച്ചോ, പോട്ടെ മാക്സിമം 45 ദിവസം പിടിച്ചോ, സെപ്റ്റംബർ ആകുമ്പോഴേക്കും NTPC ഗ്രാജുവേറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വരേണ്ടതല്ലേ? NTPC അണ്ടർ ഗ്രാജുവേറ്റോ സെപ്റ്റംബർ മാസത്തിൽ വരേണ്ടതല്ലേ? ഗ്രൂപ്പ് ഡി എക്സാം ആണെങ്കിൽ ആ കണക്ക് വെച്ചിട്ട് സെപ്റ്റംബറിലോ ഒക്ടോബറിലോ വരേണ്ടതല്ലേ? ചുരുക്കി പറഞ്ഞാൽ ഒക്ടോബർ മാസം ആകുമ്പോഴേക്കും NTPCയുടെയും ഗ്രൂപ്പ് ഡിയുടെയും നോട്ടിഫിക്കേഷൻസും വരും. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? ഇത് നമ്മൾ ഈ പറയുന്ന പോലെ RRB ഇപ്പോൾ പോകുന്ന ഒരു പോക്കിൻ്റെ ആ ഒരു പേസ് പിടിച്ചിട്ട് നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു രീതിയിലുള്ള ട്രെൻഡാണ്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പോവുക. നമ്മൾ ചുമ്മാ പറയുന്നതല്ല, ഈ ഒരു രീതിയിലായിരിക്കും എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇനി ഈ വർഷം 2026 നിങ്ങളെ കാത്തിരിക്കുന്നത്. അവസരങ്ങൾ ഈ ഒരു രീതിയിലാണ് കാത്തിരിക്കുന്നത്. ഇനി അപ്പോൾ RRB ഇത്രയും സ്പീഡിൽ പോകുന്ന സ്ഥിതിക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? അതേ സ്പീഡിൽ തന്നെ പഠിച്ചു തുടങ്ങണം. ഇനി അധികം സമയമൊന്നുമില്ല. ഇപ്പോൾ ALP എന്നൊക്കെ പറഞ്ഞ് നമ്മൾ 11,000 ഒഴിവുകൾ ITIക്കാർക്കുണ്ട്, ഡിപ്ലോമക്കാർക്കുണ്ട് എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം 1 മാസത്തോളമായി. ഇനി നിങ്ങൾക്ക് സെപ്റ്റംബർ മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം ജൂലൈ കഴിയാറായി. ഓഗസ്റ്റ്, സെപ്റ്റംബർ 2 മാസമാണ് നിങ്ങൾക്ക് മാക്സിമം കിട്ടാനായിട്ട് പോകുന്നത്. അപ്പോൾ ALP എക്സാമൊക്കെ അടുത്തെത്തി. കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കാനായിട്ട് നോക്കുക കേട്ടോ. ഇനി സമയം കളയാൻ ഇല്ല നമ്മുടെ മുന്നിൽ. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മുടെ ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ള കുട്ടികൾക്ക് അത് ജോയിൻ ചെയ്യാവുന്നതാണ്. ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് വേണ്ടി CBT 1 എക്സ്ക്ലൂസീവായിട്ടൊരു ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോംപ്രിഹെൻസീവ് ഇലക്ട്രിക്കൽ ബാച്ചും കോംപ്രിഹെൻസീവ് ഇലക്ട്രോണിക്സ് ബാച്ചും നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. കോംപ്രിഹെൻസീവ് ഇലക്ട്രിക്കലിനകത്ത് നിങ്ങൾക്ക് ഇലക്ട്രിക്കലിൻ്റെ ട്രേഡ് ഉണ്ടായിരിക്കും, ഇലക്ട്രോണിക്സിനകത്ത് ഇലക്ട്രോണിക്സിൻ്റെ ട്രേഡ് ഉണ്ടായിരിക്കും. അതായത് ഈ ബാച്ചസിനകത്ത് CBT 1 ഉണ്ടായിരിക്കും, CBT 2 ഉണ്ടായിരിക്കും. CBT 2 ഇലക്ട്രിക്കൽ ആയിരിക്കും ഇവിടെ വരുന്നുണ്ടാവുക, CBT 2 ഇലക്ട്രോണിക്സ് ആയിരിക്കും ഇവിടെ വരുന്നുണ്ടായിരിക്കുക. ഇത് കംപ്ലീറ്റ്ലി CBT 1 ടയർ 1-ന് വേണ്ടിയിട്ടുള്ള ബാച്ച് ആയിരിക്കും. അതായത് നോൺ ടെക്നിക്കൽ പോർഷൻസ് ആണ് ഈ ബാച്ചിനകത്ത് ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ 3 ബാച്ചുകളാണ് നമ്മൾ ഈ വർഷം RRB JEക്ക് വേണ്ടി ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള കുട്ടികൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ALPക്ക് വേണ്ടി CBT 1, ALPക്ക് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഒരു CBT 1 ഉണ്ട്, CBT 2 ഉണ്ട്. അപ്പോൾ അതിൽ CBT 2-നകത്ത് തന്നെ പാർട്ട് A ഉണ്ട്, പാർട്ട് B ഉണ്ട്, അല്ലേ? CBT 2-നകത്ത് തന്നെ പാർട്ട് എയും പാർട്ട് ബി ഉണ്ട്. അപ്പോൾ CBT 1 എക്സ്ക്ലൂസീവ് ബാച്ചാണ് ALPക്ക് വേണ്ടിയിട്ടുള്ളത്. പിന്നെ CBT 1 ആൻഡ് CBT 2-ന്റെ ഒരു കോംബോ ബാച്ചും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനും നിങ്ങൾക്ക് താല്പര്യമുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? അതിന് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ടെക്നീഷ്യൻ എക്സാമിന് വേണ്ടി ഗ്രേഡ് 1-ന്റെ ബാച്ച് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഗ്രേഡ് 3-യുടെ ബാച്ച് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അഡ്മിഷൻസ് ഓപ്പൺ ആണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. സെക്ഷൻ കൺട്രോളർ എക്സാമിന് വേണ്ടിയിട്ട് ഓൾറെഡി നമ്മൾ ഏകദേശം ഒരു ബാച്ച് ഉണ്ട്. നമ്മൾ പുതിയൊരു ബാച്ചും കൂടെ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ബാച്ചിനകത്തും ഈ പറയുന്ന പോലെ എന്ത് ചെയ്യാം? ജോയിൻ ചെയ്യാം.
NTPCക്ക് വേണ്ടി CBT 1-ൻ്റെയും CBT 2-നും വേണ്ടിയിട്ട് CBT 1 പ്ലസ് CBT 2 രണ്ട് ബാച്ചസും കൂടെ വരുന്ന രീതിയിൽ നമ്മളൊരു കോംബോ ബാച്ച് ഗ്രാജുവേറ്റിനും അണ്ടർ ഗ്രാജുവേറ്റിനും വേണ്ടി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അതും ഈ പറയുന്ന പോലെ എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്യാൻ നമ്മുടെ ഏതെങ്കിലും ഒരു കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഗൂഗിൾ ഫോം ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ ഓരോ കോഴ്സും സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് എക്സാമിൻ്റെ ഒരു പാറ്റേൺ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. RRB കണ്ടക്ട് ചെയ്യുന്ന RRB എക്സാംസ് എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നതെന്നുള്ളതിനെ പറ്റി ഞാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ആദ്യം RRB എന്ത് ചെയ്യുന്നു, ഒരു ഇൻഡിക്കേറ്റീവ് നോട്ടീസ് ഇടുന്നു. ഇൻഡിക്കേറ്റീവ് നോട്ടീസിനകത്ത് ഇത്ര വേക്കൻസീസ് ആണ് ഇത്തവണ ഈ ഒരു പോസ്റ്റിലേക്ക് വേണ്ടിയിട്ടുള്ളത് എന്ന് RRB പറയുന്നു. ഈ ഇൻഡിക്കേറ്റീവ് നോട്ടീസ് പ്രകാരം എന്ത് ചെയ്യുന്നു, നമ്മൾ സെൻട്രൽ എംപ്ലോയ്മെന്റ് നോട്ടിഫിക്കേഷൻ ഡിക്ലെയർ ചെയ്യുന്നു. വേക്കൻസീസ് എത്രയാണ്, ഏജ്, ക്വാളിഫിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം വരുന്നു. നോട്ടിഫിക്കേഷൻ പുറത്ത് വരുന്നു. നോട്ടിഫിക്കേഷൻ പുറത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ടയർ എക്സാം ഉണ്ടായിരിക്കും. ചില പോസ്റ്റുകൾക്ക് അല്ലെങ്കിൽ ചില പരീക്ഷകൾക്ക് സെക്കൻഡ് ടയർ എക്സാം ഉണ്ടായിരിക്കും. അതിനുശേഷം ചിലതിന് മെഡിക്കൽ DV അല്ലെങ്കിൽ ചിലതിന് ഈ പറഞ്ഞ പോലെ CBAT അങ്ങനെയുള്ള പ്രോസസ്സൊക്കെ ഉണ്ടായിരിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നോട്ടിഫിക്കേഷനും ഈ CBT 1-നും ഇടയിൽ അപ്രോക്സിമേറ്റ്ലി നമുക്ക് കിട്ടുന്നത് ഒരു 4 മാസമാണ്. അത് മാക്സിമം ആണ്, 3 to 4 months ആണ് കിട്ടുന്നത്. അതായത് ഒരു 120 ദിവസം. ബിറ്റ്വീൻ CBT 1 ആൻഡ് CBT 2 നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് മാക്സിമം 2 മാസമാണ്. അതായത് 60 ദിവസം. നമ്മൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ള എല്ലാ കോഴ്സുകളും സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് ഈ ഒരു ടൈം ലൈൻ കൺസിഡർ ചെയ്തുകൊണ്ടാണ്. 120 ദിവസത്തെ സ്റ്റഡി പ്ലാനും അതുപോലെ തന്നെ 60 ഡേയ്സിൻ്റെ സ്റ്റഡി പ്ലാനും വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ കോഴ്സുകളെല്ലാം തന്നെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. 120 ദിവസത്തെ സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേ 1-ൽ എന്ത് പഠിക്കണം എന്നുള്ളത് തൊട്ട് ഡേ 120-ൽ എന്ത് പഠിക്കണം എന്നുള്ളത് വരെ നിങ്ങൾക്ക് മുൻകൂട്ടി തരുന്നുണ്ടാവും, ഡീറ്റെയിൽസ് ആയിട്ട് തരുന്നുണ്ടാവും, ഷെഡ്യൂൾ തരുന്നുണ്ടാവും. പഠിക്കേണ്ടത് എന്താണ്, റിവൈസ് ചെയ്യേണ്ടത് എന്താണ്, ടെസ്റ്റ് എന്താണ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ ഓരോ കോഴ്സിനകത്തും നിങ്ങൾ ഏത് കോഴ്സ് പർച്ചേസ് ചെയ്താലും അതിനകത്തെല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് നമ്മൾ സ്റ്റഡി പ്ലാനും കാര്യങ്ങളും തരുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് പ്രകാരം കൃത്യമായിട്ട് തുടക്കം തൊട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എക്സാംസ് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും അവസരങ്ങളാണ് 2026-ൽ ഇന്ത്യൻ റെയിൽവേയിൽ നിങ്ങളെ കാത്തിരിക്കുന്നത്. ഈ അവസരങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കൃത്യമായിട്ട് പരീക്ഷകൾ രജിസ്റ്റർ ചെയ്ത് അപ്ലൈ ചെയ്ത് പഠിച്ചു തുടങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.